പെൺകുട്ടി ചാടിപ്പോയി എന്ന് കേട്ടാൽ എന്നാലും ഞാൻ ഓളെ അങ്ങനെ നോക്കിയിട്ട് ഓൾ എന്നോട് ഇങ്ങനെയുള്ള കാട്ടിയത്. ശരിക്ക് അതിനെ അവകാശബോധം എന്നാ പറയാം. അധികാരബോധം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്നത് പഠിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി പോലും മകളെ കാണാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. നമ്മൾ ചെന്നപ്പോത്തിന് മോൾ ഉറങ്ങിയിട്ടുണ്ട്. രാവിലെ പീടി ഉറക്കാൻ വേണ്ടി പോകുമ്പോൾ മോള് നീച്ചിട്ടില്ല. ഇങ്ങനെയാണ് നമ്മളെ ബോധം. എന്നിട്ട് നമ്മളിങ്ങനെ കുറേ എത്തിയതിന് ശേഷം പറയണേ എന്നാലും ഇപ്പം എന്നോട് ഓള് ഇയാതി പണി കാട്ടിയല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണാതെ ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കയ്യിൽ മുറിയായിട്ട് സങ്കടം പറയാൻ വേണ്ടി മുത്തുനബിയുടെ വീട്ടിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുണ്യനബി വീട്ടിലില്ല, പള്ളിയിൽ പോയതായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് വീട്ടിലുള്ളത്. ഇളയമ്മ ആയിഷ ബീവിയോട് പറഞ്ഞു, ഇളയമ്മ വാപ്പ വന്നാല് യുദ്ധം കഴിഞ്ഞുകൊണ്ട് ഗനീമത്തായി ലഭിച്ച ധാരാളം അടിമ സ്ത്രീകളുണ്ടെന്ന് കേട്ടു, എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കുന്നുണ്ടെന്നും കേട്ടു. എൻ്റെ കൈയിതാ ആസുകല്ല് പിടിച്ചിട്ട് പൊട്ടിമുറിയായിരിക്കുന്നു. എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ എനിക്കും ഒരടിമയെ തരാൻ പറയണേ എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് തോന്നി ന്യായമാണല്ലോ പറയുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരം പറഞ്ഞു. ഉടനെ പോയി ആയിഷ ബീവി ഫാത്തിമ ബീവി താമസിക്കുന്ന വീട്ടിലേക്ക്. നബി തങ്ങളുടെ വീടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടും തമ്മിൽ കുറച്ചകലമുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി ചെന്നപ്പോൾ അവര് കിടക്കാൻ വേണ്ടി ഒരുങ്ങാണ് രണ്ടാളും, അലി റളിയല്ലാഹു അൻഹും ഫാത്തിമയും. തലയുടെ ഭാഗത്ത് ഇങ്ങനെ ചെന്നിരുന്നു കട്ടിലിൻ്റെ. എന്നിട്ട് പറഞ്ഞു, മോളെ ഇന്ന് മോള് വീട്ടിൽ വന്നിരുന്നു എന്ന് എന്നോട് പറഞ്ഞു, കൈയെല്ലാം പൊട്ടിമുറിയായിട്ടുണ്ട് എന്നും പറഞ്ഞു. വാപ്പാൻ്റെ മോൾക്ക് ഒരടിമയെ വേണമെന്ന് പറയുകയും ചെയ്തു. മോളെ ഒരടിമയെ തരുന്നതിനേക്കാൾ ഖൈറായ ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ മോളെ? ഫാത്തിമ ബീവി പറഞ്ഞു, എന്നാ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ പറഞ്ഞു തരികയാണ്. അതിൽ പറഞ്ഞു, ഇതാ അറത്തി മദ്ജാക്കി, ഫാത്തിമ നീ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ചെന്നാൽ ഫഖൂലി സുബ്ഹാനല്ലാഹ് സലാസൻ വസലാസീൻ 33 സുബ്ഹാനല്ലാഹ് പറയണം. വഖൂലി അൽഹംദുലില്ലാഹ് സലാസൻ വസലാസീൻ 31. ലോകത്തും ഞാൻ വേറെ ലോകത്താണോ? നിങ്ങൾ വല്ല ആകാശ ലോകത്തൊന്നല്ലല്ലോ, ഈ ഭൂമിയിൽ തന്നെയാണല്ലോ അല്ലേ? എന്നാ മതി, ഒരു പ്രതികരണം കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഭൂമിയിൽ തന്നെയാണല്ലോ. എൻ്റെ ഈ സംസാരം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ, സന്തോഷം. എന്നാൽ എൻ്റെ ഒപ്പം ഒരു യാനബി എല്ലാവരും ചൊല്ലിട്ടോ ഉഷാറായിട്ട്. ആക്കത്തിന് ചെല്ലണം. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഇനി ഒരു വരി അറിയും പോലെ ചെല്ലട്ടോ, അറിയാത്തൊരു മൂളിയാൽ മതി. അശ്റഖൽ ബദ്റു അലൈനാ വഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി. യാ നബി അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ്
ബിസലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. പ്രവാചക വൈദ്യത്തിൽ തിബ്ബുൻ നബവിയിൽ കരൾ രോഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഹദീസ് ഇതാണ്. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി എന്ന ഹദീസാണ് ആദ്യം പഠിക്കുക. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാകുന്നു എന്ന ഹദീസ്. ഇതിലൊരുപാട് അത്ഭുതങ്ങളുണ്ട് എന്നാണ് ഈ ഹദീസിൽ. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി എന്നതിന് ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് തന്നെ അർത്ഥം വെക്കണം. കാരണം ഫാത്തിമത്തു ഖിത്അത്തു കബിദി എന്ന് വേറെ ഹദീസ് ഉള്ളതുകൊണ്ട്, ഫാത്തിമ ഖിത്അത്തു കബിദി എൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് വേറെ ഹദീസിൽ വന്നതുകൊണ്ട് ഈ ഹദീസിന് ഇങ്ങനെ തന്നെ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. ബിദ്അത്ത് എന്നുള്ളതിന് കരളിൻ്റെ കഷ്ണം എന്നേ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അർത്ഥം വെക്കാമായിരുന്നു. പക്ഷേ ഇതിനെ വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അർത്ഥം പറയേണ്ടത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്തിനാ പറഞ്ഞത്? എൻ്റെ കരളാണ് എന്ന് പറഞ്ഞാൽ പോലെ ഫാത്തിമത്തു ഖിത്അത്തു കബിദി എന്ന് പറയണ്ടല്ലോ. ഫാത്തിമത്തു കബിദി, ഫാത്തിമ എൻ്റെ കരളാണ് എന്ന് പറഞ്ഞാൽ പോരെ. ഒരു വാക്ക് ഏറെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നബി തങ്ങളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ സംസാരിക്കുന്ന ആളുമല്ല. നമ്മളാണെങ്കിൽ വെറുതെ തമാശക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ വർത്താനം പറയും. നബി തങ്ങൾ അങ്ങനെ പറയില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു വാക്ക് ഏറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറെ അർത്ഥമാണല്ലോ. അപ്പോൾ എന്തിനാണ് കരളിനെ കഷ്ണമാക്കിയത്? അതിൻ്റെ ഉത്തരം, ഇത് പറയുന്ന 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വിശ്വാസമനുസരിച്ച് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കരളാണ്. അതിന് എന്തെങ്കിലും നേരിയ കേടുപാട് പറ്റിയാൽ അവൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് അന്നത്തെ വിശ്വാസം. ഗ്രീക്ക് സയൻസാണ് അന്ന് നിലവിലുള്ളത്. ഗ്രീക്ക് സയൻസിൻ്റെ അക്കാലത്തെ കാഴ്ചപ്പാട് അതാണ്. അവരോടാണ് പറയുന്നത് ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞാൽ കരൾ ഒരു കഷ്ണം മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് കരൾ മാറ്റ ശസ്ത്രക്രിയ ഉണ്ടല്ലോ, കരൾ മാറ്റി വെക്കും. കരൾ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ കരൾ മുഴുവനല്ല വെക്കണേ, കരളിൻ്റെ ഒരു കഷ്ണം വെക്കണേ. ക്യാൻസറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗം സുഖപ്പെടുത്താൻ പറ്റുന്നത് കരളിൻ്റെ ക്യാൻസറാണെന്നാണ്. കാരണം 3-ൽ 2 ഭാഗം മുറിച്ചു കഴിഞ്ഞാലും ബാക്കി 3-ൽ 1 ഭാഗം ബാക്കി ഉണ്ടെങ്കിൽ പഴയതുപോലെ വളരും. ഇത് കണ്ടുപിടിച്ചിട്ട് വളരെ അടുത്ത കാലം കേട്ടോ. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വർത്താനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കഷ്ണം മതിയെന്നാണ് ഞാനിതിങ്ങനെ ആലോചിച്ചത്. മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് പൂക്കോട്ടൂർ കഴിഞ്ഞിട്ട് അവിടെ പാടത്ത് വയലിൽ വലിയൊരു ഹോസ്പിറ്റലിൻ്റെ പരസ്യമുള്ള ബോർഡുണ്ട്, വലിയൊരു ബോർഡ്. ആ ബോർഡുമ്മേ ഇപ്പം ആ ബോർഡില്ല, അപ്പം ഇമ്മ വേറെ ബോർഡ് അവിടെ ഉണ്ട്, വേറെ ചിത്രമാണ്. മുമ്പൊരു ചിത്രം ഉണ്ടായിരുന്നു, ഒരു കരൾ. ആ കരളിൻ്റെ പകുതി ഭാഗം കേട് വന്നിട്ട് ബാക്കി പകുതിയിൽ നിന്ന് ഒരു വലിയ മരം മുളച്ചു വരുന്നതായിരുന്നു ചിത്രം. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ഹോസ്പിറ്റലിൻ്റെ പരസ്യമാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. അത് കണ്ട സമയത്താണ് ഈ ഫോട്ടോ എന്തായിരിക്കും ഇങ്ങനെ എന്നത് ആലോചിച്ചത്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് കരൾ മുഴുവൻ ആവശ്യമില്ല, കരളൊരു കഷ്ണം മതി എന്ന വിവരം ലഭിച്ചത്. ഫാത്തിമേൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്നാണ്. കരൾ മാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് 6 മണിക്കൂറിനുള്ളിലാണ് നടത്തുക. മുമ്പത്തേതനുസരിച്ച് 6 മിനിറ്റിൻ്റെ ഉള്ളിൽ നടത്തണം എന്നായിരുന്നു. ഇന്ന് 6 മണിക്കൂറിനുള്ളിലാണ് കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തുക. ഒരാളെ കരളെടുത്ത് മറ്റൊരാൾക്ക് വെക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം 6 മണിക്കൂറാണ്. നമ്മൾ പറയണത് 6 മണിക്കൂർ പോരാന്നാണ്, 6 ദിവസം വേണം. 6 ദിവസം പോരാ, 6 ആഴ്ച വേണം. 6 ആഴ്ചയും പോരാ, 6 മാസത്തിൻ്റെ ഇടയിൽ മാറ്റി വെക്കാൻ പറ്റണം. കാരണം മുത്തുനബി വഫാത്തായി 6 മാസം തികഞ്ഞെന്നാണ് ഫാത്തിമ ബി വഫാത്തായിട്ടുള്ളത്. കരളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ്. അത് നമ്മുടെ ഈമാനാണ്. ആരും എതിർത്തിട്ടും കാര്യമില്ല, നമ്മളെ ഈമാനാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്നത് നമ്മുടെ ഈമാനാണ്. അതുകൊണ്ട് നബി തങ്ങൾ വഫാത്തായി 6 മാസം തികഞ്ഞാണ്
ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തായിരിക്കുന്നത്. അതുകൊണ്ട് 6 മാസം കഴിഞ്ഞാലും മാറ്റിവെക്കാൻ പറ്റണം എന്നാണ് നമ്മളെ അഭിപ്രായം. അങ്ങനെ ഇതെന്തേ പറയാൻ കാരണം എന്നറിയങ്ങൾ, നബി തങ്ങൾ ഫാത്തിമ ബിയോടുള്ള സമീപനം അങ്ങനെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.